Hello, good morning everyone. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ഡീമെറിറ്റ്സും എന്തൊക്കെയാണ് എന്നതാണ്. ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ് നമ്മൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദി ഫസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ലയബിലിറ്റി ഓഫ് shareholders is limited. The shareholders are liable to the extent of the amount unpaid on the shares held by them. Owner's personal property is free from any charge. അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഷെയർ ഹോൾഡേഴ്സ് ആ ബിസിനസ്സിൽ അവരെടുത്തിട്ടുള്ള ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ മാത്രമാണ് അവർ നൽകേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ ഹോൾഡർ അയാൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു 10,000 റുപ്പീസിൻ്റെ ഷെയർസ് അയാൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ അയാളുടെ മാക്സിമം ലയബിലിറ്റി എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അതിലപ്പുറം ആ ബിസിനസ് ഓർഗനൈസേഷന് എത്രത്തോളം ലയബിലിറ്റി ഉണ്ടാവുകയാണെങ്കിലും ആ ഷെയർ ഹോൾഡർ അതിന് ലയബിൾ അല്ല. ദാറ്റ് ഈസ് ഓണേഴ്സ് പേഴ്സണൽ പ്രോപ്പർട്ടി ഈസ് ഫ്രീ ഫ്രം എനി ചാർജ്. ആ ബിസിനസ്സിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ പോലും ആ ഓണറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ വാല്യൂ മാത്രമേ അയാൾ നൽകേണ്ടതുള്ളൂ. എന്താണ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി എമൗണ്ട് അൺപെയ്ഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഈ കമ്പനികൾ അവരുടെ ഷെയർസ് സെയിൽ ചെയ്യുമ്പോൾ ഒരു 10,000 റുപ്പീസിനുള്ള ഷെയർസ് ഒരു കമ്പനി സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ടും കമ്പനി ഇയാളൊന്നും വാങ്ങില്ല. അത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് കമ്പനി വാങ്ങുന്നത്. അതായത് ആദ്യം വാങ്ങുന്നത് അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എമൗണ്ട് വാങ്ങും. പിന്നീട് അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എമൗണ്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങും. ദെൻ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആയിക്കൊണ്ട് ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞു തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്, ദെൻ സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് കമ്പനി എന്ത് ചെയ്യുക, നമ്മൾ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങുക. അതായത് ഒരാൾ ഒരു 100 രൂപയുടെ ഒരു ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞുകൊണ്ടൊരു 20 റുപ്പീസ് വാങ്ങും. പിന്നെ അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞൊരു 20 റുപ്പീസ് വാങ്ങും. പിന്നെ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു 25 റുപ്പീസ് വാങ്ങും. പിന്നെ സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു 25 റുപ്പീസ് വാങ്ങും. ദെൻ തേർഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു 10 റുപ്പീസ് വാങ്ങും. ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിക്കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ആ ഷെയറിൻ്റെ എമൗണ്ട്, ഷെയർ ക്യാപിറ്റൽ വാങ്ങുക. അപ്പോൾ ഇതിൽ ഓരോ പീരീഡുകളായിക്കൊണ്ടാണ് കമ്പനി വാങ്ങുന്നത് ഞാൻ പറഞ്ഞു. അതിൽ എത്ര എമൗണ്ട് ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആദ്യം ഒരു 20 റുപ്പീസ് കൊടുത്തു, പിന്നെ വീണ്ടും 20 കൊടുത്തു, അപ്പോൾ 40 റുപ്പീസായി. ദെൻ ഫസ്റ്റ് കോൾ നമ്മൾ 25 റുപ്പീസ് കൊടുത്തു, അപ്പോൾ 65 റുപ്പീസായി. അങ്ങനെ 65 നിൽക്കുന്ന സമയത്താണ് കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിക്ക് ലയബിലിറ്റി വരുന്നതും കമ്പനി നമ്മളോട് ബാക്കി എമൗണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ 100ലേക്ക് ബാക്കിയുള്ള 35 രൂപ മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ 100 രൂപയുടെ ഷെയറിൽ 65 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 35 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 90 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലോ ബാക്കി 10 കൊടുത്താൽ മതി. കമ്പനിക്ക് എത്ര വലിയ എമൗണ്ടിൻ്റെ ലയബിലിറ്റി ഉണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ ഷെയർ ഹോൾഡേഴ്സ് അറിയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.
കമ്പനിയിൽ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ലയബിലിറ്റി വരുമെന്ന് കൃത്യമായി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ഷെയർ ഹോൾഡർക്കും സാധിക്കും. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയിൽ നമ്മൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ കമ്പനിയിലെ ഷെയർസ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അതിലുള്ള ആ ഓണർഷിപ്പ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലുള്ള ഓണർഷിപ്പ് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയുടെ ഷെയർസ് അത് സെയിൽ ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചുകൊണ്ട് എനിക്കത് എന്ത് ചെയ്യാൻ സെയിൽ ചെയ്യാൻ പറ്റും. ഒരു പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പാർട്ണറാണ്, ആ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ബിസിനസ്സിൽ താല്പര്യമില്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടി ബിസിനസ്സിൽ നിന്നും ഒഴിവായി പോവുക എന്നതല്ലാതെ ഞാൻ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ മറ്റൊരാളെ എനിക്ക് പകരമായി കൊണ്ട് ഒരു പാർട്ണർഷിപ്പിൽ പാർട്ണറാക്കാൻ പറ്റില്ല. അങ്ങനെ മറ്റൊരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മറ്റു പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് സമ്മതം നിർബന്ധമാണ്. എന്നാൽ ഇവിടെ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു കമ്പനിയിൽ ഷെയർ എടുത്തു, അയാൾക്ക് ആ കമ്പനി ഷെയർസ് വേണ്ട എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള ആളുകളുടെ ഒന്നും കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാം, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ചുകൊണ്ട് അത് സെയിൽ ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. അതാണ് ദി ഷെയർസ് ഓഫ് എ പബ്ലിക് കമ്പനി ക്യാൻ ബി സോൾഡ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ആസ് സച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഒരു കമ്പനിയിൽ ഷെയർ എടുത്തു, അതിൽ കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണ് എന്ന് തോന്നുകയാണ്, അതല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡറായി കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെച്വൽ സക്സഷൻ ആണ്, സ്ഥായിയായ നിലനിൽപ്പ്. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പുണ്ട്. ദി എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഇറ്റ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ആ കമ്പനിയിലുള്ള മെമ്പേഴ്സ് ആരെങ്കിലും മരണപ്പെടുകയോ അവർ റിട്ടയർ ചെയ്യുകയോ അവർ ഇൻസോൾവൻ്റ് ആവുകയോ അവർ ഇൻസെയിൻ ആവുകയോ ചെയ്യുകയാണെങ്കിലും ആ കമ്പനിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഡെത്ത് ഓർ റിട്ടയർമെൻറ്റ് ഓർ ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി. കാരണം ആ കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. രണ്ട് എൻറ്റിറ്റി തന്നെയാണ്. കമ്പനി ആയിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഒരു മനുഷ്യൻ തന്നെയാണ്, നിയമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ മനുഷ്യനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ഷെയർ ഹോൾഡേഴ്സ് വരികയോ പോവുകയോ ചെയ്യുന്ന കമ്പനിയെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പോസിബിൾ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യമാണ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. മറ്റുള്ള ഫോം ഓഫ് ബിസിനസ്സുമായി കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ, ബിസിനസ് ഒന്നുകൂടി വൈഡാക്കാൻ കൂടുതൽ സ്കോപ്പ് ഉള്ളത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കാണ്. കാരണം മറ്റുള്ള ബിസിനസ്സിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ലഭിക്കുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്കാണ്. എ കമ്പനി ഹാസ് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ദസ് ദർ ഈസ് എ ഗ്രേറ്റർ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഒരു പാർട്ണർഷിപ്പിനോ ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ ഒന്നും കിട്ടുന്നതിനേക്കാളൊക്കെ കൂടുതലായിക്കൊണ്ട് ക്യാപിറ്റൽ വരുന്നത്, കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവുക കമ്പനിയിലാണ്. കാരണം കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് കമ്പനിയിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ആയിരിക്കും. എ കമ്പനി ക്യാൻ അഫോർഡ് ടു പേ ഹയർ സാലറീസ് ടു specialists and professionals. It can therefore employ people who are expert in their area of specialization. അത് കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കൂടുതൽ കഴിവുള്ള എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജേഴ്സിനൊക്കെ വെച്ചുകൊണ്ട് ആ ബിസിനസ് ഏറ്റവും ഭംഗിയായിക്കൊണ്ട് ഏറ്റവും പ്രൊഫഷണൽ ആയിക്കൊണ്ട് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ എമൗണ്ട് സാലറി കൊടുക്കണം. അത് മറ്റു ഫോം ഓഫ് ബിസിനസ്സിലൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല.
കാരണം നല്ല പ്രൊഫഷണലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ബിസിനസ്സിൽ നമ്മൾ എംപ്ലോയ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹ്യൂജ് സാലറി കൊടുക്കണം. അതൊരു പക്ഷേ സാധാരണ മറ്റു ബിസിനസ്സിനൊന്നും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉള്ള ഒരു ബിസിനസ്സാണ്, വലിയ ടേൺ ഓവറുള്ള, വലിയ പ്രോഫിറ്റ് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള, നല്ല എക്സ്പേർട്ടായിട്ടുള്ള, പ്രൊഫഷണലായിട്ട് കഴിവുള്ള ആളുകളെ അവിടെ അവർക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് പ്രൊഫഷണലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ്. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അടുത്ത പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഡിഫിക്കൽറ്റി ഇൻ ഫോർമേഷൻ. മറ്റുള്ള ബിസിനസ്സിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോം ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ള, ഒരുപാട് ടൈം എടുക്കുന്ന, ഒരുപാട് എഫേർട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു പാർട്ണർഷിപ്പ് ആവട്ടെ, സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആവട്ടെ, നമുക്കത് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി റിക്വയർസ് ഗ്രേറ്റർ ടൈം. ഒരുപാട് സമയം അതിനെടുക്കും, ഒരുപാട് എഫേർട്സ് എടുക്കും. അതുപോലെ തന്നെ നോളജ് വേണം, ലീഗൽ ഫോർമാലിറ്റീസ് വേണം. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആവും, അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആരംഭിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു ടാസ്ക്കാണ്. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സീക്രസി, രഹസ്യ സ്വഭാവം ഇല്ല എന്നതാണ്. കാരണം കമ്പനീസ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു ദി ജനറൽ പബ്ലിക് ഓൾസോ, therefore it is difficult to maintain complete secrecy. ഒരു കമ്പനി അവരുടെ എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ ഇൻഫർമേഷൻ, അതായത് അവരുടെ ഫൈനൽ അക്കൗണ്ട്, P&L അക്കൗണ്ട് ആവട്ടെ, ബാലൻസ് ഷീറ്റ് ആവട്ടെ, തുടങ്ങിയിട്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെയും അത് പൊതു സമൂഹത്തിന്, ജനറൽ പബ്ലിക്കിന് അത് അവൈലബിൾ ആണ്. അവർക്ക് എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത്, അവരുടെ ക്യാഷ് ഫ്ലോ എത്രയാണ്, അവരുടെ ഫണ്ട് ഫ്ലോ എത്രയാണ്, തുടങ്ങിയിട്ടുള്ള അവരുടെ ടേൺ ഓവർ എത്രയാണ്, ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ആർക്കും അറിയാൻ സാധിക്കും, പബ്ലിക്കിനും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിക്കൊണ്ടുള്ള ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യാൻ കമ്പനിയെ കൊണ്ട് സാധിക്കില്ല. നേരെ മറിച്ച് പാർട്ണർഷിപ്പ് ആണെങ്കിൽ പ്രശ്നമല്ല. ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെയും ആ പാർട്ട്നേഴ്സ് മാത്രം പറഞ്ഞാൽ മതി, പബ്ലിക്കിനെ അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിൻ്റെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. ആ ഒരു കാര്യം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കും. That is because of a separation of ownership and management, there is lack of effort as well as personal involvement on the part of the officers of a company. അതായത് ഇവിടെ ഓണർഷിപ്പ് വേറെയാണ്, മാനേജ്മെൻറ്റ് വേറെയാണ്. ഒരു പേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ മാനേജ്മെൻറ്റ് വേറെയാണ്, ഓണർഷിപ്പ് വേറെയാണ്. ഞാൻ ബിസിനസ്സിൻ്റെ ഓണറാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ആ ബിസിനസ്സിൽ മാനേജറാകാൻ സാധിച്ചുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നാലാമത്തെ ഒരു കാര്യം ന്യൂമറസ് റെഗുലേഷൻസ്. മറ്റുള്ള ബിസിനസ്സിനെ പോലെയല്ല. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് റെഗുലേഷൻസ്, റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ദി ഫങ്ഷനിങ് ഓഫ് എ കമ്പനി ഈസ് സബ്ജക്റ്റ് ടു മെനി ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് കമ്പൽഷൻ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയമപരമായിക്കൊണ്ടുള്ള ഒരുപാട് പ്രൊവിഷനുകളുണ്ട്, അതുപോലെ തന്നെ കമ്പൽഷനുകൾ, നിർബന്ധമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിലൊന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നമുക്ക് നടത്താൻ പറ്റില്ല. അത് ചെയ്യാതെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിക്കൊണ്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഒരു കമ്പനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത്
ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കൂടി ചെയ്യണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യമാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു കമ്പനിയിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വളരെയധികം സമയമെടുക്കും. ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തീരുമാനം പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. കാരണം ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്താണോ തീരുമാനം അതെനിക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഒരു പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ ഒരു മാനേജിങ് കമ്മിറ്റി അവർ മീറ്റിംഗ് കൂടി അതിലൊരു തീരുമാനമായിട്ട് വേണം അതൊരു തീരുമാനമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീറ്റിംഗ് കൂടണമെന്നെങ്കിൽ പെട്ടെന്നൊരു മീറ്റിംഗ് കൂടാൻ സാധിക്കില്ല. ആ മീറ്റിംഗ് കൂടാൻ തന്നെ ഒരുപാട് ലീഗൽ പ്രൊവിഷനുകളുണ്ട്. ചില മീറ്റിംഗ് ആണെങ്കിൽ 21 days നോട്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ 14 days നോട്ടീസ് കൊടുക്കണം. ഇത്ര ആളുകൾ കോറം ആ മീറ്റിങ്ങിൽ നിർബന്ധമായിക്കൊണ്ട് പങ്കെടുത്തിരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മീറ്റിംഗ് കൂടാൻ തന്നെ ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. ആ ലീഗൽ പ്രൊവിഷൻ എല്ലാം തന്നെ കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മീറ്റിംഗ് കൂടാൻ തന്നെ പറ്റുള്ളൂ. ഇനി അങ്ങനെ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ തന്നെയും ആ കാര്യങ്ങൾ അവർ അവതരിപ്പിച്ച് അതിലൊരു തീരുമാനമായിക്കൊണ്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം നമുക്കെടുക്കും. കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് അപ്രൂവൽ ഓഫ് വേരിയസ് പ്രപ്പോസൽസ് മേ കോസ് ഡിലേസ് നോട്ട് ഓൺലി ഇൻ ടേക്കിംഗ് ഡിസിഷൻ ബട്ട് ആൾസോ ആക്ടിങ് അപ്പോൺ ദം. അതാണ് ഒരു തീരുമാനം എടുക്കാൻ മാത്രമല്ല അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കാര്യം ആക്ട് ചെയ്യാനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തുള്ള ആളുകളായിരിക്കും, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കും. അവരൊക്കെ കൂടി വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അറിയിക്കണം, ഒരു മീറ്റിംഗ് കൂടണമെന്ന് പറയണം. അങ്ങനെ മീറ്റിംഗ് കൂടാനുള്ള ലീഗൽ പ്രൊവിഷൻസ് എല്ലാം കംപ്ലൈ ചെയ്ത് അവസാനം ഈ മീറ്റിംഗ് കൂടി തീരുമാനം എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ആറാമത്തെ ലിമിറ്റേഷനാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദർ മേ ബി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. നമുക്കറിയാം ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഈ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം തന്നെ നമ്മളൊരു ജനറൽ മീറ്റിംഗ് വിളിച്ചു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കിട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല സ്വഭാവമായിരിക്കും, പല ഐഡിയാസ് ആയിരിക്കും, പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് കൃത്യമായിക്കൊണ്ട് തീരുമാനമെടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും. തർക്കങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമല്ല, കാരണം അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സ്കോപ്പില്ല. ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറേയൊക്കെ പറഞ്ഞിട്ടത് ഒരു തീരുമാനമാക്കാൻ സാധിക്കും. സാധാരണ പറയാറുണ്ട് 4 ആളുണ്ടെങ്കിൽ 40 അഭിപ്രായം ഉണ്ടാവും. ഇത് 400 ആളുള്ള ബിസിനസ്സിലാണെങ്കിലോ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുക. പല രീതിയിലും പല ആളുകളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള അഭിപ്രായങ്ങൾ അവിടെ പറയും. അതൊക്കെ നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് ആരെയും തെറ്റിക്കാതെ കൃത്യമായിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉദ്ദേശിക്കുന്ന ഷെയർ ഹോൾഡേഴ്സും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആളുകളും, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അപ്പോൾ അവരുടെ എല്ലാം തന്നെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവിടെ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ തർക്കങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിക്കൊണ്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കും. ഇതൊക്കെ നമ്മൾ വലിയ ബിസിനസ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് വരുന്ന ലിമിറ്റേഷനായിട്ട് പറയുന്നത് മാത്രം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായിക്കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഫഷണൽ മാനേജേഴ്സ് ആയിരിക്കും ബിസിനസ്സിൻ്റെ തലപ്പത്തുണ്ടാവുക. അവർ കൃത്യമായിക്കൊണ്ട് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യും. അതിൻ്റെ പേരിലൊന്നും ഒരു കമ്പനിയും വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട അവസ്ഥ ഉണ്ടാവാറില്ല. കൃത്യമായിക്കൊണ്ട് മാനേജ് ചെയ്യും. പക്ഷേ ലിമിറ്റേഷൻ ആയിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ജോയിൻ സ്റ്റോക്ക് കമ്പനി ലിമിറ്റേഷനായിട്ട് നമ്മൾ
പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ മെറിറ്റും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി. ഒരു കമ്പനി, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പ്രധാനമായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് കമ്പനികൾ. ഒന്നാമത്തെ ടൈപ്പാണ് പ്രൈവറ്റ് കമ്പനി, രണ്ടാമത്തതാണ് പബ്ലിക് കമ്പനി. എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്നും എന്താണ് ഒരു പബ്ലിക് കമ്പനി എന്നും അതിൻ്റെ കമ്പാരിസണും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നാം വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ കാര്യം വിശദമായി കൊണ്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു ആൾ.